അനുഗ്രഹകരമായ വിജയകരമായ നോയമ്പിൻ്റെ രണ്ടാം വാരത്തിൻ്റെ സമാപനത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. രണ്ടാഴ്ചക്കാലത്തെ 5 ദിവസം വീതമുള്ള നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും. ഇന്നത്തെ നമ്മുടെ വിശുദ്ധ കുർബാന പുത്തൻ കുർബാനയാക്കാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം പ്രാപിക്കാൻ, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എല്ലാം സംരക്ഷണം തരുവാൻ കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ ശരീരരക്തങ്ങളും പര്യാപ്തമാണ്. എങ്കിലും 100% ഈ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കാത്ത പല തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനെ അതിജീവിക്കുവാൻ വേണ്ടിയാണ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉള്ള എല്ലാ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ വചനപ്രകാരമുള്ള പോരാട്ടം ഉതകും എന്നുള്ളതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഇന്ന് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലെ തിരുവചനങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പിതാക്കന്മാർ നമുക്ക് വിജയം നൽകുവാൻ ക്രമീകരിച്ചെന്നിരിക്കുന്ന യാമപ്രാർത്ഥനകളും വേദവായനകളും എല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തുകയായിരുന്നു. വിശുദ്ധ കുർബാനയിലൂടെ 100% സംരക്ഷണവും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിയ കർത്താവിൻ്റെ ശിഷ്യരെ നമ്മൾ വിളിച്ചു വരുത്തി അവരോടൊപ്പം ആരാധനയിൽ പങ്കുചേരുകയാണ്. കർത്താവിൻ്റെ ആദ്യത്തെ കുർബാനയിൽ സംബന്ധിച്ച 12 ശിഷ്യന്മാർക്ക് 12 സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുമായി നേരിടേണ്ടി വന്നു എന്നുള്ളതും കഴിഞ്ഞ ദിവസം ചിന്തിച്ചൊരു കാര്യമാണ്. ആദ്യത്തെ കുർബാന അനുഭവിച്ച 12 പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പത്രോസ്ലിഹായിക്ക് കർത്താവിൻ്റെ കുരിശിന് ചുവട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. തോമാസ്ലിഹായിക്ക് സംശയരോഗം വന്നു. മറ്റു പലർക്കും കുരിശിന് ചുവട്ടിൽ നിൽക്കാൻ കഴിയാതെ ഭീരുത്വവും ഭയവും അവരെ ഭരിച്ചു എന്നുള്ളത് സത്യമാണ്. അവരെല്ലാം 3.5 കൊല്ലം കർത്താവിനോട് നടന്നവരും വചനം കേട്ടവരും കർത്താവ് പ്രസംഗിച്ചതെല്ലാം ശ്രദ്ധിച്ചവരും, എന്നാൽ അവയെല്ലാം വേണ്ട തരത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പിന്മാറിപ്പോയിട്ട് പിന്നെ മടങ്ങി വന്നിട്ടാണ് പെന്തക്കോസ്തി പെരുന്നാളിൽ അവർ ആത്മാവിൽ നിറഞ്ഞെന്നുള്ളതായിരുന്നു നമുക്ക് കേൾക്കുകയുണ്ടായി. പലതരത്തിലുള്ളതായ ഭയങ്ങൾ നമ്മുടെ ജീവിത വിജയത്തിൻ്റെ തടസ്സങ്ങളായി നമ്മൾ അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് 2 ആഴ്ചത്തെ നോയമ്പിൻ്റെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നേട്ടം ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനയിലൂടെ കൈവരിച്ച് പാപമോചന പ്രാർത്ഥന ഏറ്റുവാങ്ങി വിശുദ്ധ കുർബാന അനുഭവത്തിൽ ഒരുങ്ങുകയാണ്. ദൈവ സംരക്ഷണം 91-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന നീ എനിക്ക് മറവിടമാകുന്നു, എന്നെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും സംരക്ഷിക്കും. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവർക്ക് ലഭിക്കുന്നതായ എല്ലാ സംരക്ഷണവും 100% നമുക്ക് ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ പ്രാണൻ 100% യേശുവിലായി അവനിൽ മറയുമ്പോഴാണ് സംരക്ഷണം 100% ആകുന്ന കാര്യം 92-ാം സങ്കീർത്തനത്തിന്റെ കാര്യം എല്ലാ സന്ധ്യയ്ക്കും എല്ലാ രാത്രിയും നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ സംരക്ഷണത്തിന്റെ അപൂർണത തലങ്ങളിലെ തിന്മയുടെ അവകാശം തീർക്കുവാൻ പകരം കൊടുത്ത് ഇപ്പോൾ പോരാടുകയാണ്. ദൈവ സംരക്ഷണം പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന തിന്മയുടെ അവകാശം തീർക്കുവാൻ നമ്മൾ ഒത്തൊരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പാപവചന പ്രാർത്ഥന ഏറ്റുവാങ്ങുന്ന ഈ സമയം ചില തിരുവചനങ്ങളിൽ നിന്ന് ഏറ്റു ചൊല്ലിക്കൊണ്ട് അത് അന്വർത്ഥമാക്കാൻ പോകുക. എല്ലാവർക്കും എഴുന്നേൽക്കാം. പാപമോചന പ്രാർത്ഥനയ്ക്ക് മുമ്പ് എല്ലാവരും ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ ലാക്ക് ദൈവ സംരക്ഷണമാണ്. നമ്മൾ മാമോദിസ മുതൽ ആത്മാവിൻ്റെ അഭിഷേകവും ആത്മാവിൻ്റെ വചനങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി തുടങ്ങിയവരാണെങ്കിലും അതിൽ പലതരം തടസ്സങ്ങളും പലതരം പ്രശ്നങ്ങളും ശത്രു ഉണ്ടാക്കിയിരിക്കുന്നതിനെ പരിഹരിക്കുവാൻ, സ്വർഗ്ഗകോടതിയിലെ കേസ് തീർക്കുവാൻ നമ്മൾ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം കർത്താവ് നോക്കുന്ന ഒരു സംരക്ഷണയുടെ ഒരു വാക്തത്വം ഇന്ന് നമ്മളത് ആസ്വദിക്കാൻ പോവുകയാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ ഒരു വേദഭാഗം ഏറ്റു പറയാം. എബ്രായ ലേഖനം 13-6. കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. സങ്കീർത്തനം 3:3. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എൻ്റെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഇനിയും പറയാൻ പോകുന്ന വേദഭാഗങ്ങൾ നമ്മുടെ അനുഭവമാകാൻ വേണ്ടി പ്രതിവാക്യം പോലെ നിങ്ങൾ ചൊല്ലേണ്ടത് ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല എന്ന് ആവർത്തിച്ച് പറയണം. ഒന്ന് പറഞ്ഞാട്ട്
ഞാൻ ഭയപ്പെടില്ല. ദൈവത്തിന്റെ സ്നേഹവും ശക്തിയും എന്നെ വലയം ചെയ്യുന്നു എന്ന് പ്രതിവാക്യം പറഞ്ഞുകൊണ്ടേയിരിക്കണം. സങ്കീർത്തനം 3:5 വേദഭാഗം ഇവിടെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രതിവാക്യമായിട്ട് ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല എന്ന് പറയണം. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്ന് എഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സങ്കീർത്തനം 3:7 അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ചു, ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു, ഭയപ്പെടില്ല. സങ്കീർത്തനം 9:9 കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ്, കഷ്ടകാലത്ത് അവിടെ അഭയസാരവും, ഭയപ്പെടില്ല. സങ്കീർത്തനം 16:8 അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല, ഭയപ്പെടില്ല. സങ്കീർത്തനം 18:1-2 കർത്താവേ എന്റെ ശക്തിയുടെ ഉറവിടമേ, അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവം എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയും രക്ഷാശൃംഖവും അഭയകേന്ദ്രവും, ഭയപ്പെടില്ല. സങ്കീർത്തനം 18:16 ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു, ഭയപ്പെടില്ല. സങ്കീർത്തനം 18:29 അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എൻ്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും, ഭയപ്പെടില്ല. സങ്കീർത്തനം 20:5 ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും, ഭയപ്പെടില്ല. സങ്കീർത്തനം 23:4 മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. സങ്കീർത്തനം 27:1 കർത്താവ് എൻ്റെ ജീവിതത്തിന്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം, ഭയപ്പെടില്ല. സങ്കീർത്തനം 27:10 അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും, ഭയപ്പെടില്ല. സങ്കീർത്തനം 27:5 ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും, ഭയപ്പെടില്ല. സങ്കീർത്തനം 28:7 കർത്താവ് എന്റെ ശക്തിയും പരിചയമാണ്, ഭയപ്പെടില്ല. സങ്കീർത്തനം 31:3-4 അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്, അവിടുന്നാണ് എന്റെ അഭയസ്ഥാനം, ഭയപ്പെടില്ല. സങ്കീർത്തനം 32:10 കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു. സങ്കീർത്തനം 34:7 കർത്താവിന്റെ ദൂതൻ ദൈവഭക്തന്മാരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു, ഭയപ്പെടില്ല. സങ്കീർത്തനം 35:10 ബലഹീനനെ ശക്തരിൽ നിന്നും ദുർബലനെ ദരിദ്രനായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു, ഭയപ്പെടില്ല. സങ്കീർത്തനം 40:2 ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി, എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, എന്റെ കാൽ വയ്പ്പുകളെ സുരക്ഷിതമാക്കിയിരിക്കുന്നു, ഭയപ്പെടില്ല. സങ്കീർത്തനം 40:17 കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്, അങ്ങ് എന്റെ സഹായകനും വിമോചകനുമാണ്. 1 യോഹന്നാൻ 4 തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. തികഞ്ഞ സ്നേഹം വരണം, എല്ലാം കർത്താവിനോട് യോജിച്ച് ചെയ്യണം. കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്നതിനെ സ്നേഹിക്കുന്നു. നമ്മളെല്ലാ കാര്യവും കർത്താവിനോട് യോജിച്ച് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് പേടി മാറാതെ കിടക്കുന്നത്. ഗർഭം മുതൽ നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെയും പൂർവ്വരുടെയും പേടി അടിമനസ്സിൽ കിടപ്പുണ്ട്. അത് മാറാൻ തികഞ്ഞ സ്നേഹത്തിന് വേണ്ടി എല്ലാം കർത്താവിനോട് ചോദിച്ചു ചെയ്യുവാൻ പരിശുദ്ധാത്മ നിറവിൽ മാത്രമേ എല്ലാം കർത്താവിനോട് സംസാരിച്ച് മറുപടി കേട്ട് തികഞ്ഞ സ്നേഹത്തിൽ ഭയത്തെ പുറത്താക്കി ജന്മസാവലിലൂടെ സാധിക്കും എന്നുള്ള ബോധ്യത്തോടെ വരാൻ പോകുന്ന ബന്ധുക്കുസ്തിയെ ആക്കാക്കിക്കൊണ്ട് നമ്മുടെ പഴയ തുരുതിയെ പുതുതാക്കാൻ, ഭയം കയറി വന്ന വഴികൾ അടയ്ക്കുവാൻ, പ്രത്യാശയും ധൈര്യം കയറി വരുന്ന വഴികൾ തുറക്കുവാൻ ഇപ്പോൾ നമ്മൾ പാപജന പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർക്ക് മുമ്പോട്ട് വന്ന് ഇപ്പോൾ വിശുദ്ധ കുർബാന അനുഭവത്തിനായിട്ട് ഒരുങ്ങാവുന്ന കാര്യം ഉറപ്പിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അധ്യായം 1 തിരുവചനങ്ങൾ 21 മുതൽ 31 വരെ. വിശുദ്ധ മർക്കോസ് 1:21 മുതൽ. യേശു കഫർന്നഹൂമിലെത്തി. അവൻ ശാബത്ത് തോറും അവരുടെ സുന്നഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ജനങ്ങൾ അവന്റെ പ്രദേശത്തിൽ വിസ്മയിച്ചു. കാരണം അവൻ അവിടെ വേദപണ്ഡിതന്മാരെ പോലെ അല്ല, അധികാരപൂർവമാണ് പഠിപ്പിച്ചത്.
അവരുടെ സുന്നഗോഗിൽ ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ അട്ടഹസിച്ചുകൊണ്ട്, നസ്രായനായ യേശുവേ, ഞങ്ങളോട് നിനക്ക് എന്ത് കാര്യം? ഞങ്ങളെ നശിപ്പിക്കുവാനാണോ നീ വന്നത്? നീ ആരെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അവനെ ശാസിച്ചുകൊണ്ട്, മിണ്ടാതിരിക്കൂ, ഇവനിൽ നിന്ന് വിട്ടുപോകുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദുരാത്മാവ് മനുഷ്യനെ മറിച്ചിട്ട് അട്ടഹസിച്ചുകൊണ്ട് അവനെ വിട്ടുമാറി. എല്ലാവരും വിസ്മയഭരിതരായി, ഇതെന്തൊരു പുതിയ ഉപദേശം! അശുദ്ധാത്മാക്കളോട് പോലും അധികാരത്തോടെ ആജ്ഞാപിക്കുകയും അവർ അനുസരിക്കുകയും ചെയ്യുന്നുവല്ലോ എന്ന് പരസ്പരം പറഞ്ഞു. യേശുവിന്റെ കീർത്തി ഗലീലാദേശമൊക്കെയും വേഗത്തിൽ വ്യാപിച്ചു. അനന്തരം യേശു സിനഗോഗിൽ നിന്ന് പുറപ്പെട്ട് യാക്കോബിനോടും യോഹന്നാനോടും കൂടി ശീമോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിൽ ചെന്ന്, ശീമോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. അവർ അവളെക്കുറിച്ച് യേശുവിനോട് പറഞ്ഞു. അവൻ അകത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഉടനെ പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തു. സ്വല്പസമയിക്കാം. വലിയ നോമ്പിലെ 2-ാം ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കേണ്ട വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു കേട്ടിരിക്കുന്നു. ഈ തിരുവചനങ്ങൾ 2 ആഴ്ചത്തെ നമ്മളുടെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നേട്ടങ്ങൾ കൈവരിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ. ഈ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21 മുതൽ 31 വരെയുള്ള വേദഭാഗത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത് യാക്കോബിനോടും യോഹന്നാനോടും കൂടെ സുന്നഗോഗിൽ നിന്ന് കർത്താവ് പുറപ്പെട്ടിട്ട് ഒരു വീട്ടിൽ ചെല്ലുന്നതായിട്ട് നമുക്ക് കാണുന്നു. ശീമോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിൽ ചെന്നു. ശീമോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോൾ പലയിടങ്ങളിൽ പലരും പനിയായിട്ട് കിടപ്പുണ്ട്. പള്ളിയിൽ വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട്, വീട്ടിൽ പനിച്ചു കിടക്കുന്നവരുണ്ട്, പനി തുടങ്ങിയവരുണ്ട്. ഇങ്ങനെ പലതരത്തിൽ പനിയുടെ ആക്രമണം ഇന്ന് അനുഭവിക്കുന്ന പലരുണ്ട്. മഴ വന്നു കഴിഞ്ഞപ്പോൾ ആ മഴയുടെ തണുപ്പേറ്റ് പനി പിടിച്ചവർ കാണും. പലതരത്തിൽ പനി തുടങ്ങിയവർ കാണും. പനിയുടെ കെടുതികൾ അനുഭവിക്കുന്നവർ കാണും. ഇത് ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് എല്ലാ നോയമ്പിന്റെ 2-ാം ശനിയാഴ്ചയും ഈ വേദഭാഗം വായിക്കുന്നൊരു നല്ല പാരമ്പര്യം നമുക്കുണ്ട്. പനിയും ജലദോഷമൊക്കെ ആവർത്തിക്കുന്ന ഒരു അസുഖമായതുകൊണ്ട് ഈ നോയമ്പിന്റെ ഈ വർഷത്തെ 2-ാമത്തെ വാരത്തിലും പനിക്കാർ ധാരാളമുണ്ട്. ഇപ്പോൾ ഇവിടേക്ക് വന്നവരും പനി വെച്ചുകൊണ്ട് വന്നവരും പനി തുടങ്ങിയിട്ട് വന്നവരും ഒക്കെ ഇതിനകത്ത് കാണും. പനിയായിട്ട് വരാൻ ഒക്കാത്തവരും കാണും. അവരെല്ലാം സമർപ്പിച്ചിട്ട് അവരുടെ അടുത്തേക്ക് കർത്താവിനെ കൊണ്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ശീമോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിൽ കർത്താവ് വന്നതുപോലെ പോയതുപോലെ നമ്മുടെ പനിയുള്ളവരുടെ എല്ലാ അടുത്തേക്ക് കർത്താവ് വരുന്ന സുദിനമാണ്. പനി വരുന്ന ഒരു ഭാഗ്യമാണ്. എന്താ കാര്യം? കർത്താവ് കയ്യെ പിടിക്കും. അപ്പൊ പ്രത്യേകിച്ച് ഈ ശീമോന്റെ അല്ലെങ്കിൽ പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് പനി വരാൻ കാരണമെന്നറിയാവോ? കർത്താവിനോടുള്ള പരിഭവത്തിൽ നിന്നും എന്താ പരിഭവത്തിൽ കൂടെ പനി വരും, അസുഖം വരാൻ സാധ്യത. പ്രത്യേകിച്ച് അതിന് വാദപ്പനി എന്നാണ് പറയുന്നത്. ആരോടെങ്കിലും പിണക്കം ഉണ്ടായ പരിഭവം വന്നാൽ ഉടനെ പനി പിടിച്ച് കയറി കിടക്കുന്ന അമ്മായിമാരും മരുമക്കളും ഒക്കെ ഉണ്ട്. അതിന് വാദപ്പനി എന്നാണ്. പരിഭവം മാറിയുണ്ടെങ്കിൽ അതങ്ങ് മാറുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ പത്രോസിനെ കർത്താവ് മീൻ പിടിക്കുന്ന പണിയെന്നൊക്കെ പിടിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നൊക്കെ കൊണ്ടുപോയി ഈ അമ്മായിമ്മയ്ക്കാണ് ഏറ്റവും അധികം പരിഭവം ഉണ്ടായത്. കാരണം ഈ മരുമകൻ നല്ല ഒന്നാന്തരം മീൻ കൊണ്ട് കൊടുക്കുമായിരുന്നു. കറി വെക്കാനും വറ്റിക്കാനും പറക്കാനും ഉണങ്ങി വെക്കാനും ഒക്കെ പറ്റിയ തരത്തിൽ ഒത്തിരി മീനെ കിട്ടുകൊണ്ടിരുന്ന ഒരു വീടാണ്. എന്നാൽ ഈ കർത്താവ് വന്ന് ഇയാളെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ മീൻ കിട്ടങ്ങ് തിന്നു. അപ്പം അമ്മായിമ്മയ്ക്ക് പരിഭവമായി. എൻ്റെ മരുമകനെ തട്ടിക്കൊണ്ടുപോയ ഇവൻ ഒരു കള്ളനാണ്, കുടുംബദ്രോഹിയാണ്, കുടുംബത്തിലെ അംഗങ്ങളെയൊക്കെ എണ്ണിപ്പിക്കുന്നയാളാണ്, പീഡിപ്പിക്കുന്നയാളാണെന്നൊക്കെ അങ്ങ് പറയാ. അങ്ങനെ യേശുവിനോട് ഒത്തിരി അസന്തുഷ്ടി ഉണ്ടായിരുന്ന ഈ പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് അസന്തുഷ്ടിയിൽ നിന്നുണ്ടായ ഒരു അസുഖമായിരുന്നു. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണെങ്കിൽ അസന്തുഷ്ട ഹൃദയം രോഗാനുഭവമാണ്. അതെവിടെ എഴുതിയിരിക്കുന്നത്? സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സദൃശവാക്യം 17:20 അപ്പോൾ നമ്മുടെ എല്ലാ അസുഖങ്ങളുടെയും പുറകിൽ ചില അസന്തുഷ്ടികളുണ്ട്. കഴിഞ്ഞ തലമുറയിൽ നിന്ന് വരുന്നുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വന്നുകൊണ്ട്, സമകാലീനരിൽ നിന്ന് കിട്ടുന്ന പെരുമാറ്റങ്ങളൊക്കെയും അസന്തുഷ്ടി ഉണ്ടെങ്കിൽ അത് ഉടനെ സ്വതന്ത്രത്തോടെ ദൈവത്തിൽ സമർപ്പിച്ചില്ല എങ്കിൽ അത് രോഗമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതുവരെയും മാറാത്ത കിടക്കുന്ന പോലെ അസുഖങ്ങളുടെ പുറയിൽ അസന്തുഷ്ടികളുണ്ട്. അത് അസ്ഥിയെ വരെ തകർക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അസ്ഥിയിൽ വരെ കയറി ചെല്ലുന്നതാണ് അസന്തുഷ്ടി. അതുപോലെ തന്നെ സന്തുഷ്ടി സ്തോത്രവും അസ്ഥിയിൽ വരെയുള്ള ശാപത്തെ മാറ്റുന്നതുമാണ്.
അപ്പോൾ നമുക്ക് 2 ആഴ്ചത്തെ നോമ്പ് കഴിയുമ്പോൾ ഈ 2 ആഴ്ചത്തെ നോമ്പിന്റെ ശേഷമുള്ള 2-ാം വാരത്തിന്റെ അവസാനത്തിലേക്ക് കുർബാനയിൽ നമ്മുടെ അസ്ഥി വരെ ചെന്നിരിക്കുന്ന ശാപങ്ങൾ ദൈവസ്നേഹാഗ്നിയിൽ കത്തിപ്പോണം. നമ്മുടെ ഉദരത്തിലേക്ക് ചെന്നിരിക്കുന്ന വിഷാംശങ്ങൾ, അശുദ്ധികൾ ഇന്നത്തെ നമ്മുടെ വിശുദ്ധ കുർബാന അനുഭവത്തോടുകൂടെ ഇന്നത്തെ നമ്മുടെ ആരാധനയിലൂടെ അതും മാറണം. വസ്ത്രം പോലെ നമ്മൾ പുതച്ചിരിക്കുന്ന ശാപവും നമുക്ക് മാറണം. അതുകൊണ്ട് അസന്തുഷ്ടിയുടെ പുറയിൽ അവിശ്വാസമുണ്ട്, അവിശ്വാസത്തിന്റെ പുറയിൽ അശുദ്ധാത്മാക്കളുണ്ട്. ഇതെല്ലാം മാറിയെങ്കിലേ നമുക്ക് സന്തുഷ്ടത, എല്ലാത്തിനും സ്വതന്ത്രം പറയാനൊക്കെ ഉള്ളൂ, എല്ലാത്തിനും സ്തുതി പറയാനൊക്കെ ഉള്ളൂ. എല്ലാത്തിൻ്റെയും സൃഷ്ടിപരമായ വശങ്ങൾ കണ്ട് സന്തുഷ്ടിയോടെ ആരാധന മുടക്കാതെ എല്ലാ അനുഭവങ്ങളെയും നേരിടാൻ പറ്റിയ വേദപരിജ്ഞാനവും ധ്യാന ജീവിതവും നമുക്ക് വേണമെന്നുള്ള ഇത് പഠിപ്പിച്ചിരിക്കുന്നത്. പത്രോസിന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് കർത്താവ് കയറി ചെല്ലുവാൻ ആ പനി ഒരു മുഖാന്തരമായി തീർന്നു. കർത്താവ് ഇങ്ങനെ എല്ലാവരുടെയും പരിഭവവും പരാതികളും കേട്ട് ഉടനെയൊന്നും കയറി ചെല്ലുകയില്ല. അതിൻ്റെ കെടുതികൾ അവർ മനസ്സിലായിട്ട് അവർക്ക് ആവശ്യബോധം വരും. അരക്ഷിതാവസ്ഥയിൽ മാത്രമേ രക്ഷകൻ കർത്താവ് കയറി വരുള്ളൂ. അപ്പോൾ കർത്താവ് പല വീടുകളിലും പല പള്ളികളിലും വരാത്തതിൻ്റെ കാര്യം അരക്ഷിതാവസ്ഥ പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് അരക്ഷിതാവസ്ഥ പൂർണ്ണമായും ആകുമ്പോൾ മാത്രമേ രക്ഷകൻ കയറി വരികയുള്ളൂ. മുടിയൻ പുത്രന്റെ അനുഭവം എപ്പോഴാണ്? മുടിയൻ പുത്രന്റെ യഥാർത്ഥ സന്തോഷം കിട്ടിയത് എപ്പോഴാണ്? ദാരിദ്ര്യം മൂത്തപ്പെടാം. ദാരിദ്ര്യം മൂത്തു, നിത്യാബോധം വർദ്ധിച്ചു, ആരും സഹായിക്കാൻ ഇല്ലാതായി, ഒന്നും കിട്ടാതായി, എല്ലാവരും തള്ളിക്കളഞ്ഞ് ഒന്നുമില്ലാതെ ആയപ്പോൾ തനിക്ക് ബോധം വർദ്ധിച്ചു. തന്റെ അപ്പൻ്റെ അടുത്ത് വന്ന് സത്യകുംഭസാരം നടത്തി അവൻ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ 2 ആഴ്ചക്കാലത്തെ നമ്മുടെ ഉപവാസം കഴിഞ്ഞ് ഈ കുർബാനയിൽ മുടിയൻ പുത്രൻ തിരികെ വന്നപ്പോൾ അവന് കൊടുത്തതായ സദ്യ പോലെ ഒരു സ്വർഗീയ വിരുന്നാണ് ഈ കുർബാന. അപ്പോൾ ഈ സ്വർഗീയ വിരുന്ന് ആസ്വദിച്ച് സന്തോഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. അസന്തുഷ്ടിയിൽ നിന്നുണ്ടായ ശാപങ്ങൾ അസ്ഥി വരെ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ദൈവസ്നേഹാഗ്നി കടന്നു എന്നതിനെ ശുദ്ധമാക്കി എല്ലാത്തിനും നന്ദി പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരുവാൻ നമുക്ക് അവിശ്വാസവും അസന്തുഷ്ടിയും വരുന്ന അശുദ്ധാത്മാക്കളോട് യാത്ര പറയാൻ ഒരിക്കൽ കൂടെ പാവദിന പ്രാർത്ഥന നടത്തി കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യ നിർണയത്തിന്റെ കന്യമുണ്ടായിക്കട്ടെയാണ്. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, അനുഗ്രഹകരവും വിജയകരവുമായ നോമ്പിന്റെ 2-ാം വാരത്തിന്റെ സമാപനത്തിൽ ഈ ശനിയാഴ്ച ദിവസം നമ്മളിവിടെ ആകർഷിച്ചു കൊണ്ടുവന്ന കണ്ണയ്ക്ക് നമുക്ക് നന്ദി പറയാം. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മളിന്ന് വായിച്ചു കേട്ട ആ തിരുവചനത്തിൽ പത്രോസിന്റെ കുടുംബം രക്ഷപ്പെട്ടിട്ട് ലോകത്തിൽ അനേക ദൈവത്തിന്റെ രക്ഷയുടെ വഴി മനസ്സിലായി രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണ്. നോമ്പിന്റെ ഗുണം, കർത്താവ് നമ്മുടെ വീട്ടിൽ വന്നാലുള്ള ഗുണം, കർത്താവ് നമ്മുടെ കയ്യെ പിടിച്ചാലുള്ള പ്രയോജനം, അതിൻ്റെ നേട്ടങ്ങൾ പഠിക്കാൻ പറ്റിയ വിധത്തിലാണ് ഇന്നത്തെ വേദഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളിന്ന് വായിച്ചിട്ടതായ തിരുവചനത്തിൽ പനി പിടിച്ച് കിടന്ന പത്രോസിന്റെ അമ്മായിയമ്മ പനിയായിട്ട് കിടന്നപ്പോൾ വേറെ ശിഷ്യന്മാർ തന്നെ അറിയിച്ചപ്പോൾ പത്രോസിന്റെ അമ്മയമ്മയുടെ പനി പോട്ടെ എന്ന് പറഞ്ഞാൽ പോവില്ലായിരുന്നു. കേട്ടെടുത്ത് വെച്ച് തന്നെ പറഞ്ഞാൽ പോവുമായിരുന്നു. പക്ഷെ അങ്ങനെയാണോ ചെയ്തത്? അല്ല, അങ്ങനെ കർത്താവിന് കഴിവുണ്ട്. അങ്ങനെ ദൂരെ ഇരിക്കുന്നവർ കർത്താവിന്റെ വാക്കുകൊണ്ട് സൗഖ്യം കൊടുത്ത കഥയുണ്ട്. പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം ഈ പത്രോസിന്റെ അമ്മായിയമ്മയുടെ അസുഖത്തിന്റെ കാരണം എന്നാന്ന് കർത്താവിന് അറിയാം. അവിടെ നിന്ന് കയ്യെ പിടിച്ചാലേ ഈ അസുഖം മാറുകയുള്ളൂ. അവൾക്ക് ആവശ്യമുള്ളത് അംഗീകാരബോധം, വിജയബോധം, സ്നേഹബോധം. ഈ 3 ബോധം പോകുമ്പോൾ ആണ് നമ്മുടെ അസന്തുഷ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ അസന്തുഷ്ടിയുള്ളവർക്ക് അത് രോഗമായി മാറുന്ന അസ്ഥിയെ വരെ തകർത്ത് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഒന്ന് സ്വയപരിശോധന സഹായിയിൽ നമ്മുടെ വിവരാവകാശപത്രിക അറിയേണ്ടത്. എൻ്റെ അസ്ഥിക്ക് എന്തുമാത്രം കുഴപ്പമുണ്ട്, എൻ്റെ അസ്ഥിക്ക് എന്തുമാത്രം തകർച്ചയുണ്ട്, എൻ്റെ അസ്ഥിയെ തകർച്ചയായ അസന്തുഷ്ടികൾ എനിക്ക് എന്തുമാത്രം പരിഭവങ്ങളും പരാതികളും പ്രതികാര ചിന്തകളും അസന്തുഷ്ടികളും എനിക്കുണ്ട്. ഇതിനെല്ലാം കണക്ക് ചോദിച്ചാൽ അതിൻ്റെ എല്ലാം പരിഹാരത്തിനായി കർത്താവ് നമ്മളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാര്യം ഓർപ്പിക്കണം. ആ പരിഹാരത്തിന് വേണ്ടിയായിരിക്കും കർത്താവ് ഇനി വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ അകത്തേക്ക് വരാൻ പോകുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യന്റെ കയ്യെ കർത്താവ് എപ്പോഴും പിടിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് സന്തുഷ്ടമായി അനേകരെ ശുശ്രൂഷിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മനുഷ്യർക്ക് കൊള്ളാവുന്നൊരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമായി തീരുമ്പോൾ മനുഷ്യർക്ക് ദൈവരാജ്യ നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 31-ാം വാക്യത്തിൽ അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തു. പനി പിടിച്ച് കിടന്നയാൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ആരോഗ്യം, യൗവനം പുതുക്കി കൊടുത്തു. കിളവിക്ക് പുതുക്കിയ യൗവനം, നല്ല ഏത് ശുശ്രൂഷയും ആരെയും ചെയ്യാൻ തക്കോണം തൻ്റെ ഇടം കിട്ടി. ആ വീട്ടിലുള്ളവരെ മുഴുവൻ അങ്ങ് ശുശ്രൂഷിച്ചു. അവർക്ക് വലിയ സന്തോഷമായി. നിരാശയും പരിധാരണയും പരിഭവവും എല്ലാം മാറി. എൻ്റെ കർത്താവേ നന്നായി, എൻ്റെ മരുമോനെ കൊണ്ടുപോയതുകൊണ്ട് എനിക്ക് രക്ഷ കിട്ടിയില്ല, എനിക്കിനി ഞാൻ വിധവയാണെന്ന് വിഷമിക്കേണ്ട, എൻ്റെ കയ്യെ പിടിക്കാൻ ഒരാളും
ഉണ്ടല്ലോ എന്നാ പറയും. അപ്പോൾ കർത്താവിനെ എന്നും എപ്പോഴും കയ്യാൻ പിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ സ്ത്രീ പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ അകത്തെ മനുഷ്യൻ ഒരു സ്ത്രീയാണ്. നമ്മുടെ അകത്തെ മനുഷ്യത്തി നമ്മുടെ ദേഹിയുടെ മണ്ഡലം ഒരു കന്യകയാണ്. ആ കന്യകയ്ക്ക് ഒരു ഭർത്താവ് വേണം. ആ ഭർത്താവ് ആരാ? കർത്താവാണ്. നിന്റെ കർത്താവാകുന്നതിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പറയാം. അപ്പോൾ കന്യകയായിരിക്കുന്ന നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിന് ഒരു ഭർത്താവിനെ ആവശ്യമുണ്ട്. പിതാവായ ദൈവം ആ ഭർത്താവായിട്ട് കർത്താവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇമ്മാനുവേൽ എന്നാണ് എൻ്റെ പേര്. അത് എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കാൻ കഴിവുള്ളവനാണ്. ഇന്നലെയും ഇന്നും എന്നും അനന്യനായിരിക്കുന്നവന് ഇന്നലെയുള്ളവരെ പുറകോട്ട് പോയി പിടിക്കാൻ, ഇന്നുകാരെ നാളെയുള്ളവരെ എല്ലാം കയ്യെ പിടിച്ചിട്ട് നടക്കാൻ കഴിവുള്ള ഒരു ഇമ്മാനുവേലെ ചായൻ നമുക്കുള്ളപ്പോൾ എന്തിനാ നിരാശപ്പെടുന്നത്? ആ ഇമ്മാനുവേലെ നീ എൻ്റെ കയ്യിലൊന്ന് പിടിക്കുക, അതിന് ശേഷം വേണം എവിടെയെങ്കിലും പോകാൻ. അങ്ങനെ പോയാൽ മാത്രമേ സന്തുഷ്ടിയോടെ വല്ലതും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യം ആസ്വദിക്കാനൊക്കെ വരെ. കർത്താവിന് നമ്മുടെ കയ്യെ പിടിച്ച് നമുക്ക് സന്തുഷ്ടി കിട്ടാതെ എവിടെ പോയാൽ ദാരിദ്ര്യവാസിയായിരിക്കും. എത്ര കിട്ടിയാലും കൊതി ചെയ്യില്ല, വാരി വലിച്ചെടുത്തെന്നിരിക്കും, കൈയിട്ടെന്നിരിക്കും, കിട്ടാത്തതിന് വിറോർക്ക് പറഞ്ഞെന്നിരിക്കും, തൊട്ട് നോക്കിയെന്നിരിക്കും. ഇതൊക്കെ വൃത്തികേടായി തീരും. അതുകൊണ്ട് ഇത് ഈ ഗതികേട് വരാതിരിക്കണം. എന്നാ ചെയ്യണം? സന്തുഷ്ടരായിട്ട് വീട്ടിൽ നിന്ന് എവിടെയും വീട്ടിയോർ ഉള്ളവർക്ക് നാട്ടിയോറുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. വീട്ടിൽ നിന്ന് നിറച്ച് ഉണ്ടേച്ച് വേണം അതിഥി വീട്ടിലേക്ക് പോകാൻ. ചെല്ലുമ്പോൾ ശകലം കഴിച്ചേച്ച് എനിക്ക് മതിയെന്ന് പറയണം. അവിടുന്ന് വാരി വലിച്ചിരുന്ന് കാണാൽ പിന്നെ നമ്മൾ പോകാനൊക്കെ പോകും. കുത്തുവാക്ക് പറഞ്ഞേ വിടുകയുള്ളൂ. എന്താ? അപ്പം അതുകൊണ്ട് നമ്മൾ സന്തുഷ്ടരായിട്ടേ മറ്റുള്ളവരോട് ഇടപെടാവൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ സന്തുഷ്ടി തരാനൊക്കെ ഉള്ളൂ. സ്വർഗത്തിലെ വലിയ നിക്ഷേപങ്ങൾ നിത്യം കുർബാനയായി വായ്പ കൊടുക്കുന്ന ഒരു ബാങ്കായിട്ട് വേണം എവിടെയെങ്കിലും പോകാൻ. ഒത്തിരി ലോൺ കൊടുക്കേണ്ടി വരും. ലോൺ കൊടുക്കുന്ന കൗണ്ടറായിട്ട് വേണം നമ്മൾ, മൊബൈൽ കൗണ്ടർ. വരുന്നവർക്കെല്ലാം വാരി വാരി കൊടുക്കുക. അങ്ങനെ ലോൺ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യത്തിൽ ഒരു ശുശ്രൂഷ നമുക്കുണ്ട്. അത് പത്രോസിന് കർത്താവ് കൊടുത്തു, പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് കൊടുത്തു, പത്രോസിന്റെ കുടുംബത്തിന് മുഴുവൻ കൊടുത്തു. അവർ കുടുംബമായി അനേകരെ സേവിച്ചിട്ടാണ് കോടിക്കണക്കിന് പേരെ പത്രോസിന്റെ കീഴിലുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ശുശ്രൂഷ വേണമെങ്കിൽ പത്രോസിനെയും അമ്മായിയമ്മയും ഒക്കെ കർത്താവ് നടത്തിയ വഴിയെ നമ്മൾ പോകണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അവൾ അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തു. ഈ ശുശ്രൂഷയുടെ ചരിത്രം കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 9 അധ്യായം ഈ കഴിഞ്ഞ ആഴ്ച വായിക്കേണ്ട ഒരു വേദഭാഗമായിരുന്നു. അതിന് ഈ വായിച്ച വേദഭാഗത്തിന് ഇണവാക്യമാണത്. ഏതാ? മർക്കോസ് 1:31 1 കൊരിന്ത്യർ 9 5 വാക്യവുമായി ഇണചേർത്ത് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന വലിയൊരു സന്ദേശമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എല്ലാ അപ്പോസ്തലന്മാരുമായി പരിചയപ്പെട്ട് അവരുമായിട്ടുള്ള പരസ്പര സഹകരണത്തിൽ ഒത്തിരി വേല ചെയ്തിട്ടുണ്ട്. അവരെല്ലാം അന്യോന്യം അറിഞ്ഞും അറിയിച്ചും കൂട്ടായ്മ ആചരിച്ചും വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് ഒരു സാക്ഷ്യം ഈ കേഫാവിനെ കുറിച്ച് പറയുകയാണ്. 5 വാക്യത്തിൽ മറ്റ് അപ്പോസ്തലന്മാരെയും കർത്താവിൻ്റെ സഹോദരന്മാരെയും കേഫാവിനെയും പോലെ വിശ്വാസിനിയായ ഒരു ഭാര്യയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? അപ്പം പെന്തിക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞ് എങ്ങനെയാണ് ഈ അപ്പോസ്തലന്മാർ വേല ചെയ്തതെന്ന് ഇവിടെ ഓർമ്മിച്ചിരിക്കുന്നത്. ആത്മതടവ് കഴിഞ്ഞപ്പോൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അപ്പോസ്തലന്മാരെ കർത്താവിൻ്റെ സഹോദരന്മാരെയും കേഫാവിനെയും പോലെ വിശ്വാസിനിയായ ഒരു ഭാര്യയുമായി സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? അപ്പോൾ അപ്പോസ്തലന്മാർക്കെല്ലാം ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷെ പൗലോസിന് വേണ്ടാന്ന് പറഞ്ഞു. ആ സമയം ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന സമയം കൊണ്ട് കർത്താവിനെയും സഭയെ സന്തോഷിപ്പിച്ചോളാന്ന് പറഞ്ഞ് ഒരു വ്രതം എടുത്ത് ആ കാര്യമാണ് പറയുന്നത്. അപ്പോൾ കേഫാവിൻ്റെ ഭാര്യയോടൊത്താണ്, അല്ലെങ്കിൽ പത്രോസിൻ്റെ ഭാര്യയോടൊത്താണ് വേല ചെയ്തതെന്നാണ് പറയുന്നത്. അവർ രണ്ടുപേരും കൂടെ വേല ചെയ്യാൻ കാര്യം എന്നാണെന്നറിയാമോ? അമ്മായിയമ്മ പറഞ്ഞു, മോളെ നീ പൊക്കോടി, ഞാൻ വീട്ടുകാരെ നോക്കിക്കോളാം. മോനെ നീ പൊക്കോളാ, നിങ്ങൾ രണ്ടുപേരും പോയി എൻ്റെ കയ്യിൽ കർത്താവ് പിടിച്ച പോലെ നീ അനേറെ കയ്യെ പിടിപ്പീര്. എനിക്ക് കയ്യെ പിടിക്കുന്നതിൻ്റെ രസം മനസ്സിലായി. അപ്പോൾ ഈ കർത്താവ് കയ്യെ പിടിക്കുന്നതിൻ്റെ രസം എനിക്ക് മനസ്സിലായി. അത് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് എത്രയും പേർക്ക് കിട്ടണം. ഞാൻ വീട്ടുകാരെയും നോക്കിക്കൊള്ളാം. നീ പോയി ചെല്ലുമ്പോഴത്തേക്ക് വീട്ടിലെ കാര്യമൊക്കെ നോക്കിക്കൊള്ളാം. ഒരു കുഴപ്പവും എനിക്ക് നല്ല ആരോഗ്യം, നല്ല സന്തോഷം, നല്ല സന്തുഷ്ടി. അതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും അമ്മായിമ്മമാർക്ക് മകളെയും മരുവനെയും കൂടെ ഒന്നിച്ചു വിടാൻ സാധിക്കുമോ? അവിടെ ഒന്നിച്ചു പോകേണ്ട കണ്ണിക്കടിയുള്ള അമ്മായിമ്മമാർ. അവരൊന്നിച്ച് നടക്കുന്നോ ഇരിക്കുന്നോ ആണ് ഇഷ്ടമില്ലാത്ത ഒത്തിരി അമ്മായിമ്മമാരുണ്ട്. കാര്യം എന്നാ? കർത്താവ് കയ്യെ പിടിച്ചിട്ടില്ല. അപ്പോൾ മക്കളെ കെട്ടിക്കുന്നതിന് മുമ്പേ തന്നെ കർത്താവിൻ്റെ കയ്യെ കയറി കർത്താവ് കയ്യെ പിടിച്ചിട്ടേ മക്കളെ കെട്ടിക്കാവും, മോളെ കെട്ടിക്കാവും, മോനെ കൊണ്ട് കെട്ടിപ്പിക്കാവും. അല്ലെങ്കിൽ അവിടെ സന്തോഷത്തിന് അത് ഇടങ്കോലിടുന്നവരായിരിക്കും. പല പരിപാടികൾ എനിക്ക് വന്നിട്ട് അമ്മായിയമ്മ ഒളിഞ്ഞു നോക്കുന്നു ഭർത്താവും ഭാര്യയും കൂടെ എന്താ ചെയ്യുന്നത് കാണാൻ. അവർ രണ്ടും കൂടെ പോകുന്നത് അസൂയ. കാരണം നേരത്തെ വിധവയായി പോയ
വിധവന്മാരുണ്ട്. അവരെ കർത്താവിൻ്റെ കയ്യെ പിടിക്കാൻ പഠിച്ചില്ലെങ്കിൽ അവര് കുടുംബം കൊല്ലികളായിരിക്കും. ഭാര്യ, അപ്പനോ മക്കളോ ആരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിക്കാതെ അവർ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മാനസിക രോഗികളായിരിക്കും. ഈ ഗതികേട് വരാതിരിക്കാൻ പത്രോസിന്റെ അമ്മായി നമ്മളോട് സാക്ഷ്യം, പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരിമാരെ, കർത്താവ് കയ്യെ പിടിച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകാവൂ. കർത്താവിനെ കയ്യിലാക്കിയതിന് ശേഷം നിങ്ങൾ കല്യാണം കഴിക്കാവൂ, മക്കളെ കല്യാണം കഴിപ്പിക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എല്ലാം ഇടങ്കോലിടുന്നവരായി, അനേകരെ നശിപ്പിക്കുന്നവരായി, അനേക കുടുംബങ്ങളെ തകർക്കുന്നവരായി തീരുന്നുള്ളിൽ പാഠം പഠിപ്പിച്ചിരിക്കും. അതുകൊണ്ട് പത്രോസിന്റെ അമ്മായിയമ്മയ്ക്കും ആ കുടുംബത്തിനെല്ലാം സംതൃപ്തി ലഭിച്ചു. അവർ കിട്ടിയ സന്തോഷം വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യമാണെന്ന് പറഞ്ഞ് പത്രോസിനെ അനേക സ്ഥലങ്ങളിലേക്ക് പറഞ്ഞുവിടാൻ പത്രോസിന്റെ കൂടെ ആരുണ്ടായിരുന്നു? പത്രോസിന്റെ ഭാര്യയും രണ്ടുപേരും കൂടെ സന്തുഷ്ട കുടുംബജീവിതം നയിച്ച് അനേക കുടുംബങ്ങളെ ഉറപ്പിച്ചു, ബലപ്പെടുത്തി. അവിടെയെല്ലാം കർത്താവ് ഇറങ്ങിച്ചെന്ന് അനേകരുടെ കയ്യെ പിടിക്കുന്ന അനുഭവം ഉണ്ടാക്കി. ഇന്നിപ്പോൾ ഇവിടെ പത്രോസും അമ്മായിയമ്മയും ഭാര്യയെല്ലാം വന്നിട്ടുണ്ട് നിങ്ങളുടെ കാര്യം പറയാൻ. ഇപ്പൊ കർത്താവ് കയ്യെ പിടിക്കാൻ വരാൻ പോകും. വേണോ? കർത്താവ് കയ്യെ പിടിച്ച് കൊതി തീരെ, കർത്താവെ നീ എൻ്റെ കയ്യെ പിടിച്ചിട്ട് ഞാനിനി ആരെങ്കിലും നോക്കുള്ളൂ, എവിടെയെങ്കിലും പോകുള്ളൂ. ആ ഒരു അനുഭവം നമുക്ക് ലഭിക്കാൻ തക്കണിപ്പോൾ നമ്മൾ എഴുന്നേൽക്കുകയാണ്, ലൈനായിട്ട് നിൽക്കുകയാണ്. പത്രോസും അമ്മായിയമ്മയും എല്ലാ പെന്തിക്കോസ്ത് പെരുന്നാൾ കാത്തിരുന്ന് ശക്തി പ്രാപിച്ച് അനേകര ദൈവത്തിൽ നേടിയ എല്ലാ വിശുദ്ധരും വന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരെ ഇനി നേടാനുണ്ട്. ആ വേലയ്ക്ക് നമ്മുടെ സന്തുഷ്ടഹൃദയം നല്ലൊരു ഔഷധം എന്ന് പറഞ്ഞ ആ വചനം കൊടുക്കുന്ന ഒരു മൊബൈൽ ആശുപത്രിയായി സന്തുഷ്ടഹൃദയമാകുന്ന ഔഷധം ഉണ്ടാക്കി വരുന്നവർക്കെല്ലാം വിളമ്പിക്കൊടുക്കുന്ന, ഒഴിച്ചു കൊടുക്കുന്ന, വീതിച്ചു കൊടുക്കുന്ന അനുഭവം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന നൽകാം. അവർക്ക് വേണ്ടി ഇപ്പോൾ വിശുദ്ധ ധൂപ പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. നയവാൻപന പോലെ തളർത്തിടുമേ. രണ്ടാം ദ്വാരത്തിലെ ഈ ശനിയാഴ്ച ദിവസം നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. മൂന്നാം വാരത്തിലേക്ക് നാളെ പ്രവേശിക്കുന്നു. നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന വിശുദ്ധ കുർബാന പുത്തൻ കുർബാനയാകുവാൻ ഇതുവരെ കേട്ടതായ സന്ദേശം മുഴുവൻ പ്രായോഗികമാക്കി ഒരുങ്ങി വരണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇവിടെ വരുന്നവർ വികാരിയച്ഛൻ്റെ അറിവോടെയാണ് വരേണ്ടത്. ഇവിടെ വരുന്ന കാര്യവും ഇവിടെ വന്നു കിട്ടിയ അനുഗ്രഹത്തിൻ്റെ കാര്യം വികാരിയച്ഛന്മാർക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. ഇവിടെ വന്നുകൊണ്ട് എന്തെല്ലാം പ്രയോജനം ഉണ്ടായി, എന്തെല്ലാം പഠിച്ചു. നാളെ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ വികാരിയച്ഛനെ വിവരറിയിച്ച് ഞങ്ങൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇടവകയിൽ ഒരു കാര്യം ഞങ്ങൾ മുടക്കുകയില്ല. ഇടവക ജീവിതം, ക്രിസ്തീയ ജീവിതം ധന്യമാകാൻ വേണ്ടി അച്ഛനെ കൂടെ സഹായിക്കാനാണ് ഇവിടുത്തെ ശുശ്രൂഷ എന്ന കാര്യം പറഞ്ഞ് അനുവാദത്തോടെ വന്നാൽ അനുഗ്രഹകരമാകുന്ന കാര്യം ഉറപ്പിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചതായ തിരുവചനത്തിൽ നിയോഗിച്ച ഒരു കൊച്ചു കാര്യം കൂടെ പറയാനുണ്ട്. അത് വലിയ കാര്യമാണ്. എന്താണത്? പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് പനി വന്നത് എങ്ങനെയാണ്? കർത്താവ് കയ്യെ പിടിച്ചപ്പോൾ അതങ്ങനെ മാറി. ഇതുപോലെ കർത്താവ് കയ്യെ പിടിച്ചാൽ മാത്രം മാറുന്ന പനികളും അസുഖങ്ങളും നമുക്കുണ്ട്. കർത്താവ് നമ്മൾ വ്യക്തിപരമായി സന്ദർശിച്ച് നമ്മളെ കാണാനും തൊടാനും നമ്മളെ നോക്കാനും ഒക്കെ കർത്താവിന് ആഗ്രഹമുണ്ട്. ആ പണി കർത്താവ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ ആരാധന സ്ഥലത്ത് പോവുകയും കർത്താവിനെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യുന്നത്. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ കയ്യിൽ കർത്താവ് പിടിക്കാൻ കാരണം ശിഷ്യന്മാരുടെ അപേക്ഷയാണ്. ശിഷ്യന്മാരുടെ അറിയിപ്പ്, അപേക്ഷ, അവരുടെ മുൻകൈയെടുക്കൽ കർത്താവിനെ ആ വീട്ടിലേക്ക് ആനയിക്കുവാൻ ഇടയാക്കി. നമുക്കത് ശിഷ്യന്മാരുടെ പണി ചെയ്യാൻ സാധിക്കും. മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകാർക്ക് ഞാൻ മറ്റുള്ളവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും അറിഞ്ഞ് കർത്താവ് ഇന്ന വീട്ടിലോട്ടൊന്ന് പോകണേ, ഇന്ന ആളുടെ കാര്യത്തിൽ നിന്ന് ഇടപെടണേന്ന് പറഞ്ഞാൽ കർത്താവ് പോവും. അതിൻ്റെ കമ്മീഷൻ ആർക്ക് കിട്ടും? മധ്യസ്ഥ പ്രാർത്ഥനക്കാർക്ക് കിട്ടില്ല. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന പഠിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം കുരിശിൻ്റെ ചുവട്ടിൽ പോകാൻ പഠിക്കുക. കുരിശിൽ കൊണ്ടാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള കൂട്ട് കിട്ടുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ രക്ഷയെ ആഗ്രഹിച്ചവരാണ് ആ കുരിശിൻ്റെ ചുവട്ടിൽ കൂടിയത്. മക്തല മറിയത്തിന് ഞാൻ പഴിച്ചു പോയതാണ്, എന്നെ കല്ലെറിയേണ്ടതായിരുന്നു, എനിക്ക് ജീവൻ തന്ന ഇയാളാണ്, ഇനി അനേകർക്ക് ജീവൻ കൊടുക്കാൻ ഞാൻ ഇനി അയാളുടെ സാക്ഷിയായി ജീവിക്കും. അപ്പോൾ മക്തല മറിയാൻ കുരിശിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് യേശു എനിക്ക് ജീവിതം തന്നതിന് നന്ദി പറയാനും ആ ആളുടെ സാക്ഷിയായി എനിക്ക് അനേകരെ പാപത്തിൽ നിന്ന് രക്ഷിക്കണം, അനേകരെ ഇനി പാവക്കുഴിയിൽ വീഴാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആക്കോട്ടെയാണ്. യോഹന്നാനും അങ്ങനെയാണ് നിന്നത്. അങ്ങനെ 3-4 സ്ത്രീകൾക്ക് അവർക്കൊരു കൂട്ടായ്മ കിട്ടി. കുരിശിൻ്റെ ചുവട്ടിലെ കൂട്ടായ്മയിൽ അനേകർക്ക് കുരിശെടുക്കുവാനും വഹിക്കുവാനും സഹായിക്കാനും താങ്ങാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ ആരാധന കഴിഞ്ഞാൽ ഉടനെ തമ്മിലുള്ള വർത്തമാനം നടത്തിയിട്ട് കർത്താവിനോട് വർത്തമാനം പറഞ്ഞ് കർത്താവിൽ നിന്ന് നിയോഗങ്ങൾ പ്രാപിക്കുവാൻ, വിശുദ്ധന്മാരിൽ നിന്ന് നിയോഗം പ്രാപിക്കുവാൻ കുരിശിൻ്റെ ചുവട്ടിൽ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ ആത്മനിറവിൽ ആത്മഫലങ്ങൾ കിട്ടി കർത്താവ് നമുക്കൊരു ശുശ്രൂഷ തരുമ്പോഴാണ്, കർത്താവ് നമ്മളോട് കൽപ്പിക്കുമ്പോഴാണ് നമ്മൾ ആരുടെ ചൊല്ലിലും പറയേണ്ടത്. അല്ല നമുക്ക് തോന്നുന്ന പോലെ അങ്ങ് പറയുക, പറഞ്ഞാൽ ഒരു ഗുണവും ഇല്ല, ദോഷമേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ചിന്തിച്ചതിൻ്റെ ചുരുക്കം, പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് കർത്താവ് ആശ്വാസവും സന്തുഷ്ടിയും സംതൃപ്തിയും മനസ്സിൻ്റെ ആരോഗ്യവുമാണ് ആദ്യം കൊടുത്തത്. പാപമോചനവും കൊടുത്തു. കർത്താവിൻ്റെ
കരസ്പർശനത്തിൻ്റെ മാധുര്യം താൻ ആസ്വദിച്ചു. അത് അനേകരുമായി പങ്കിടുവാൻ താൻ ആഗ്രഹിച്ചു. അങ്ങനെ പത്രോസിൻ്റെ അമ്മായിമ്മ ആത്മനിറവിൽ പത്രോസിനോടൊപ്പം പത്രോസ് പോകുന്നിടത്തെല്ലാം തുണയായി കൂട്ടുവേലക്കാരിയായി വേല ചെയ്ത കാര്യം പൗലോസ്ലീഹ സാക്ഷിക്കുന്നു. 1 കൊരിന്ത്യർ 9:5. എങ്ങനെയാണ് ദൈവം നമ്മുടെ കയ്യെ പിടിക്കുന്നത്? അന്നത്തെ കർത്താവിൻ്റെ കയ്യെ പിടുത്തവും ഇന്നത്തെ പിടുത്തവുമായിട്ടൊരു വ്യത്യാസമുണ്ട്. അന്ന് കർത്താവിൻ്റെ ശരീരം ഈ ഭൂമിയിൽ മരിക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. കർത്താവ് ഈ ലോകത്തിൽ മരിക്കാനാണ് വന്നത്. മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സുഖാനം ചെയ്യാൻ വന്ന കർത്താവ് മരിക്കുന്നതിന് മുമ്പ് ശുശ്രൂഷയ്ക്കിടയിൽ പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ കയ്യെ പിടിച്ചപ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് കർത്താവിനെ കാണാൻ കഴിഞ്ഞു. കാണാൻ പിടിക്കുന്നത് തിരിച്ചറിയാൻ സാധിച്ചു. ഇന്ന് കർത്താവ് ആ ശരീരം എവിടെയാപ്പോൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം പിതാവിൻ്റെ വലത്തുവാതിരിക്കുക. ആ ശരീരത്തിന് ഇപ്പോൾ നമ്മളെ പിടിക്കാൻ ഒക്കുമോ? നമ്മുടെ അത് പിടിക്കാൻ കഴിയാതെ കൊണ്ട് രണ്ടവസ്ഥയിലായിപ്പോൾ. ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ജീവിക്കുന്ന കർത്താവ് തേജസ്സുള്ള ശരീരമാണ്. അസ്ഥിയും മാംസമുള്ളതാണെങ്കിലും മഹത്വമുള്ള ശരീരമാണ്. ആ മഹത്വമുള്ള ശരീരം ഇപ്പോൾ നമ്മുടെ കയ്യെ പിടിക്കാൻ വന്നാൽ നമ്മൾ പൊള്ളിപ്പോവും, കത്തിപ്പോവും, പൊരുത്തമില്ല. നമ്മുടെ ശരീരവും കൂടെ മഹത്വമുള്ളതായി കഴിയുമ്പോൾ കർത്താവ് തൻ്റെ മഹത്വമുള്ള കൈ കൊണ്ട് പിടിക്കുന്ന ഒരു ദിവസം കല്യാണത്തിന് അന്ന് കയ്യെ പിടിക്കും. പക്ഷെ ഇപ്പോഴത്തെ പിടുത്തം എങ്ങനെയാണ്? അത് ആന്തരിക കൈകളുണ്ടാണ്. ആന്തരിക കൈ കൊണ്ട് ആന്തരിക കൈയിലാണ് പിടിക്കുന്നത്. ആ കാര്യങ്ങൾ അതെങ്ങനെയാണ്? അത് പിതാവായ ദൈവം ആ കാര്യം പഠിപ്പിക്കും. പിതാവായ ദൈവം അശരീരിയായി അരൂപിയായി വസിക്കുന്ന സാഹചര്യത്തിൽ ആസാഫിൻ്റെ കയ്യെ പിടിച്ചെന്നാണ് പറയും. ആ വിദ്യ ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ കർത്താവ് കല്യാണത്തിൻ്റെ അന്നേ തൻ്റെ തേജസ്സുള്ള കൈ കൊണ്ട് നമ്മുടെ തേജസ്സുള്ള കയ്യെ അപ്പോൾ നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേറ്റ് തേജസ്സുള്ള ആൾ ചെയ്യുമ്പോൾ കല്യാണത്തിൻ്റെ അന്നൊരു പിടുത്തം കിട്ടും. എന്താ പിന്നെ വിടുകയില്ല കേട്ടോ, പിന്നെ വിടുകയില്ല. കാരണം സാധാരണ കല്യാണത്തിന് കൈവിട്ടേച്ച് കുരിശ് വരച്ചോളാൻ പറയും. പിടിപ്പിച്ച് അച്ഛൻ തന്നെ പറയും, വിട്ടേച്ച് കുരിശ് വെച്ച് ഈ കുരിശും കൊണ്ട് പോകോളാൻ പറയും. പക്ഷേ സ്വർഗത്തിലെ പിതാവ് മോൻ്റെ കല്യാണം നടത്തി കഴിഞ്ഞിട്ട് ഇവിടെ ഒരിക്കലും വിടല്ലെന്ന് പറഞ്ഞാൽ എന്നും എവിടെ പോയാലും ഒന്നിച്ച് ആ കല്യാണത്തിന് മാത്രമേ എന്നും കയ്യപ്പെടുത്തുള്ളൂ കേട്ടോ. അല്ലാത്തല്ല കയ്യെ പിടിച്ചേച്ച് വിട്ടേച്ച് പിന്നെ കുരിശും കൊണ്ട് നടക്കാനേ പറ്റുള്ളൂ. അത് അന്നേരമൊക്കെ വിചാരിച്ചു വേണം എനിക്കൊരു ഒരു കല്യാണം കൂടെ വരുന്നുണ്ട്. ഏതാ? കർത്താവുമായിട്ടുള്ള കല്യാണത്തിൽ കയ്യെ പിടിച്ചാൽ പിന്നെ അയാൾ വിടുകയില്ല, വിടാനൊക്കുകയില്ല, വിടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ കർത്താവുമായിട്ടുള്ള കല്യാണത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി ഒരുങ്ങുക, തയ്യാറാകുക. 73 സങ്കീർത്തനക്കാരൻ ഒരു അനുഭവം പറയുന്ന അവൻ എൻ്റെ കയ്യെ പിടിച്ചിരിക്കുന്നു. ആ അനുഭവം നമുക്കിപ്പോൾ കിട്ടും. അത് ആസാഫിന് ഈ ഭൂമിയിൽ വെച്ച് കിട്ടിയ അനുഭവമാണ്. ആസാഫ് പാട്ടിൻ്റെ ലീഡറായിരുന്നു, ഒരു കൊയറിൻ്റെ ലീഡറായിരുന്നു. അദ്ദേഹത്തിന് പള്ളിയിൽ പോവുകയും പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ കിട്ടിയ ചില ദുഃഖങ്ങളും സങ്കടങ്ങളും വ്യാകുലങ്ങളും ഒക്കെ ഉണ്ട്. ഒത്തിരി ദുഃഖിച്ച് കഴിഞ്ഞ ഒരു കാലം ഈ ആസാഫിനുണ്ട്. എപ്പോഴാണ് ആസാഫിൻ്റെ കയ്യിൽ പിതാവായ ദൈവത്തമ്പുരാൻ കയറി പിടിച്ചത്? ഇപ്പോൾ പിതാവായ ദൈവത്തമ്പുരാൻ്റെ കയ്യെപ്പിടുത്താണ് കിട്ടേണ്ടത്. പിതാവായ ദൈവത്തമ്പുരാൻ എവിടെ ഇരുന്നുകൊണ്ട് ആരുടെയും കയ്യെ പിടിക്കാൻ കഴിയുമെന്ന് കാണാം. സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, എല്ലായിടത്തും ഉണ്ട്. അരൂപിയായി അദൃശ്യനായി എപ്പോഴും നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ കയ്യെ പിടിക്കാൻ പിതാവിന് കഴിയും. ആ കഴിവ് ആസാഫിന് ഇപ്പോൾ കിട്ടി, അത് നമുക്കിപ്പോൾ കിട്ടും. അപ്പോൾ പുത്രൻ്റെ കയ്യെപ്പിടുത്തം കല്യാണത്തിന് അന്നേ ഇനി കിട്ടുകയുള്ളൂ. അപ്പം അപ്പച്ചൻ്റെ കയ്യെപ്പിടുത്തം ഇപ്പോൾ കിട്ടും. അപ്പച്ചൻ കയ്യെ പിടിച്ചിട്ട് പുത്രൻ്റെ കയ്യെ കൊണ്ട് പിടിപ്പിക്കും. എന്താ കല്യാണത്തിൻ്റെ അന്ന് ഈ മണവാട്ടിയുടെ കൈയും മണവാളൻ്റെ കൈയും കൂടെ കയറിയാണ് പിടിപ്പിച്ചാൽ പിന്നെ വിടുകയല്ലത്. അതിനു മുമ്പ് പിതാവിൻ്റെ കയ്യെ പിടിക്കാൻ പഠിക്കണം. 73 സങ്കീർത്തനത്തിൽ എപ്പോഴാണ് ആസാഫിൻ്റെ കയ്യെ പിടിച്ചതെന്ന് താൻ പറയുന്നത്? എത്രാം വാക്യത്തിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 20 വാക്യം നോക്കി. കയ്യെ പിടിച്ചിരിക്കുന്നു, സ്വർഗത്തിൽ എനിക്കാരുള്ളൂ. 25 വാക്യത്തിലാണോ കയ്യെ പിടിച്ചിരിക്കുന്ന കാര്യം എഴുതിയിരിക്കുന്നത്? എത്രാമത്തെയാ? 23 വാക്യത്തിൽ എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ, അവൾ എപ്പോഴും പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ പഠിച്ചാൽ കർത്താവ് കയ്യെ പിടിക്കും. അതാണ് ഏറ്റവും വ്യവസ്ഥ. അതാണ് ആസാഫ് അത് പഠിച്ചു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു എന്ന് എല്ലാവർക്കും ഞാനൊന്ന് പറഞ്ഞാട്ട്. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക്. അപ്പം സ്വർഗത്തിലെ പിതാവ് നമ്മുടെ വലം കൈക്ക് പിടിക്കണമെങ്കിൽ എൻ്റെ വ്യവസ്ഥ എന്താ? എപ്പോഴും പിതാവിൻ്റെ അടുത്തിരിക്കാം. എപ്പോഴും പിതാവിൻ്റെ അടുത്തിരിക്കുന്നതിൻ്റെ തടസ്സം എന്നാ? പിശാച് പല വ്യാകുലങ്ങളും ആകുലങ്ങളും ചിന്തകളും ഒക്കെ നമ്മളെ തെറിപ്പിച്ച് കളയും. അതിനോടെല്ലാം പോരാടണം. 25 വാക്യത്തിന് മുമ്പുള്ള കാര്യങ്ങൾ
73 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഹോംവർക്ക് തന്നുവിടുക. അത് ശരിക്കും വീട്ടിൽ പോയി ശരിക്കും പഠിച്ചാൽ ആസാഫിന് ദൈവത്തിൽ ഇരിക്കാൻ ഒക്കാത്ത സാഹചര്യം വന്നിട്ടുണ്ട്, നിരാശപ്പെട്ടിട്ടുണ്ട്. പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും തനിക്ക് സമാധാനം കിട്ടാതിരുന്നിട്ടുണ്ട്. പള്ളി പോകാത്തവരും പ്രാർത്ഥിക്കാത്തവരും നോമ്പെടുക്കാത്തവരും സുഖം ജീവിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് അസൂയ ഉണ്ടായി. ആ അസൂയയെല്ലാം മാറിക്കഴിഞ്ഞ് വെളിയിലോട്ടുള്ള നോട്ടം നിർത്തി പിതാവിന്റെ മുഖത്തേക്ക് നോക്കി. 105 സങ്കീർത്തനം. യഹോവയെ എൻ്റെ മുഖത്തെ ബലത്തെയും തിരവിയും അവന്റെ മുഖം ഇടപെടാതെ, അപ്പൊ യഹോവയുടെ മുഖം ഇടപെടാതെ അന്വേഷിക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ അവന്റെ കൂടെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. അതെങ്ങനെയാ സാധിക്കുന്നത്? അത് പുത്രനും കൂടെ സഹായിച്ചാലേ പിതാവിന്റെ അടുത്ത് ചെല്ലാൻ ഒക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പിതാവിന്റെ ശബ്ദം കേട്ട് പുത്രന്റെ അടുത്ത് കേട്ട് പുത്രൻ നമ്മളെ പരിശുദ്ധാത്മാവിൽ പിതാവിന്റെ സ്ഥലത്തിലേക്ക് വഴിയുണ്ടാക്കി തരുന്നതാണ്. അപ്പം പിതൃവൃത്ത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം ഒരുമിച്ചാണ് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആകർഷിച്ചാലേ പുത്രന്റെ അടുത്ത് പോകാനൊക്കുള്ളൂ. പുത്രന്റെ അടുത്ത് എന്നാലേ പുത്രൻ വഴിയായിട്ട് പിതാവിന്റെ സ്ഥലത്തിലേക്ക്. അപ്പം കർത്താവ് കല്യാണത്തിന് മുമ്പ് മണവാട്ടിയെ അങ്ങോട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് ചെല്ലേ, ഇപ്പം ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ശത്രുവിനെ പാതയോട് നോക്കാനുള്ള യുദ്ധക്കളത്തിലാണ്, ഇപ്പം എനിക്ക് കയ്യെ പിടിക്കാൻ നേരമില്ല, നീ പോയി അപ്പച്ചൻ്റെ കയ്യെ പിടിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ വിചാരങ്ങളും സ്തോത്രത്തോടെ പിതാവിനെ സമർപ്പിക്കാൻ പഠിച്ചാൽ മതി. 55 സങ്കീർത്തനം 22 വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാ ഭാരവും സ്തോത്രത്തോടെ പിതാവിന്റെ സ്ഥിതിയിൽ കൊടുക്കാനും പ്രാർത്ഥിക്കാനും പഠിച്ചാൽ നമുക്ക് പിതാവിന്റെ സന്നിധിയിലിരിക്കുമ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അവന്റെ മുഖത്തേക്ക് നോക്കാൻ എന്താ മാർഗം? മാലാഹയെ അവിടെ ആക്കിയിട്ടുണ്ട്. മാലാഹ എനിക്ക് വേണ്ടി ഒരു പിതാവിന്റെ മുഖം അവിടെ കാണുന്നു, വിശ്വാസം കണ്ടുകൊണ്ട് അത് കാണണം. ഒരു മാലാഹ എൻ്റെ അടുത്തുണ്ട്, ഒരു മാലാഹ സ്വർഗത്തിലുണ്ട്. അങ്ങനെ ആ മാലാഹമാരുടെ മുഖത്തിലൂടെ പിതാവിന്റെ മുഖം കാണാൻ പഠിക്കുക. ആരാധനയിലും ധ്യാനത്തിലും അതാണ് സാധിക്കുന്നത്. ഇങ്ങനെ നമുക്ക് പിതാവിന്റെ കൈ എന്നെ പിടിച്ചിട്ടുണ്ടെന്നുള്ളത് എപ്പോഴാണ് അറിയുന്നത്? അതിന്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. 23 വാക്യത്തിൽ നീ എൻ്റെ കൈ, നിന്റെ വലകൈ എന്നെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സാസാഫ് പറയുന്ന കാര്യങ്ങളുണ്ട്. 24 വാക്യത്തിൽ എന്നാ പറയുന്നത്? നിന്റെ ആലോചനയാണ് നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അപ്പൊ സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നല്ലാതെ ഞാനൊന്നും. ആ 23, 24, 25 വാക്യങ്ങളിൽ അത് കാര്യമെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ദൈവത്തെ അല്ലാതെ വേറെ പലരോടും ആഗ്രഹമുണ്ട്. കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം പിതാവിൻ്റെ അടുത്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് കർത്താവിനെ തന്നെയാണ് വേണ്ടത്, എനിക്ക് വേറൊരു ആഗ്രഹമില്ല. കർത്താവിനെ തന്നെ എനിക്ക് മതി, കർത്താവ് തരുന്നത് മതി, ധർമ്മം മതി എന്ന് പറഞ്ഞ് ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്ത് ദൈവത്തിന്റെ പദ്ധതിക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് കർത്താവിൽ തന്നെ രസിക്കുമ്പോൾ അവൻ നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ 37 സങ്കീർത്തനം. അപ്പൊ എത്ര സങ്കീർത്തനം വന്നപ്പോൾ? 71 സങ്കീർത്തനം വായിക്കണമെങ്കിൽ 37 സങ്കീർത്തനം വേണം, 105 സങ്കീർത്തനം വേണം, 32 സങ്കീർത്തനം വായിച്ചാലേ ആലോചന കിട്ടുള്ളൂ. ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ കണക്റ്റഡാണ്. അതുകൊണ്ട് ഈ ഇണവാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച് കർത്താവ് കയ്യെ പിടിച്ചോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? വേറൊരാഗ്രഹവും വരികയില്ല. കയ്യെ പിടിച്ചോ ഇല്ലയോ എന്നുള്ള ലക്ഷണം എന്നാണെന്നറിയാമോ? വേറെ ഒരാഗ്രഹവും വരികയില്ല. ആരെന്നാക്കെ പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന് പറയും, കർത്താവ് മതി എന്ന് പറയും. കർത്താവ് തരുമ്പോൾ അപ്പോൾ കയ്യെ പിടിച്ചോ ഇല്ലെന്ന് ഇപ്പം പറയും, നല്ല എളുപ്പമല്ലേ, എന്തെല്ലാം ആഗ്രഹം ഇപ്പം കിടക്കുന്നത്. അപ്പം അതെല്ലാം ബലിയടിക്കണമെന്നാണ്. അതാണ് നോമ്പിൽ ഉപവാസം. എനിക്ക് കർത്താവല്ലാതെ ഒന്നും വേണ്ട. അത് മാ കൊണ്ട് പറയുകയല്ല, ഹൃദയം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അസൂയ എന്ന് പറഞ്ഞ അസുഖം ഉണ്ട്. ആരെല്ലാം സന്തോഷിക്കുന്നുണ്ടാലും അതെൻ്റെയും കൂടെയാണ്, ആർക്കെല്ലാം ഇല്ലാതെ വന്നാലും അതെൻ്റേതും കൂടെ. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കും. ഈ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അസൂയയും അസ്വസ്ഥതയും അസന്തുഷ്ടിയും എല്ലാം മാറി എപ്പോഴും സന്തോഷമായി ജീവിക്കാൻ സാധിക്കും. നമ്മുടെ തലകളെ ഉണക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗത്തിലെ പിതാവിൻ്റെ കൈ ഞങ്ങളെ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലവാരം നോക്കി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് ഞങ്ങൾ കയ്യെ പിടിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് സന്തുഷ്ടി ലഭിക്കുകയുള്ളൂ, സംതൃപ്തി ലഭിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ സന്തോഷത്തിലും സ്നേഹത്തിലും അവർ സന്തോഷിക്കുന്നതിൽ സന്തോഷിക്കാനൊക്കെ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളെ പഠിപ്പിച്ചാൽ നന്ദി പറയുന്നു. ഈ ബോധത്തോടെ സങ്കീർത്തനക്കാരന് പഴയ നിയമകാലത്ത് തന്നെ ഈ അനുഭവം പിതാവായി ദൈവം കൊടുത്തെങ്കിൽ ഞങ്ങളുടെ ശരീരം ഇതുവരെയും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല, ഞങ്ങളുടെ ശരീരം ഇതുവരെയും പുനരുത്ഥാനം ചെയ്തിട്ടില്ല, അതിന് മഹത്വം ലഭിച്ചിട്ടില്ല. അത് വേദനയും സങ്കടവും ദുഃഖവും യാകുലമായിട്ട് നടക്കുമ്പോൾ എങ്ങനെ ആസാഫ് സങ്കീർത്തനക്കാരൻ കർത്താവിൽ ആശ്വസിച്ചു, ആ വിദ്യ ഞങ്ങളെ കൂടെ പഠിപ്പിച്ച് ഞങ്ങളെ ജന്മസാഫല്യോടെ ഞാൻ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.